നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ എന്തുമാത്രം സമ്മർദ്ദമാണ് അനുഭവിക്കുന്നത് എന്ന്? അത് വളരെ ശരിയാണ്. പരീക്ഷാ പേടിയും പിന്നെ ഈ കാണാപാഠം പഠിക്കുന്ന രീതിയുമൊക്കെ അവരുടെ ഒരു സ്വാഭാവിക വളർച്ചയെ അതിനെ ബാധിക്കുന്നുണ്ട്. അതെ. അപ്പോ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന കഴിവ് എന്നൊരു പുതിയ ചിന്ത അതിന് പ്രസക്തിയേറുന്നത്. മോഹനകൃഷ്ണൻ MT എന്ന വ്യക്തിയുടെ ഒരു ആശയമാണിത്. ഇതിൽ യോഗയുടെ ഒരു പാരമ്പര്യമുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളുണ്ട്, പിന്നെ ജീവിത നൈപുണ്യങ്ങൾ, ഇതെല്ലാം ചേർന്ന ഒന്നാണ്. തീർച്ചയായും വെറും പുസ്തകത്തിലെ അറിവ് മാത്രമല്ല, ഒരു വ്യക്തിയുടെ ഒരു കംപ്ലീറ്റ് ഡെവലപ്മെന്റ്, അതാണ് കഴിവ് ലക്ഷ്യം വെക്കുന്നത്. അപ്പോ നമുക്ക് ഈ കഴിവ് മാതൃകയെ കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കിയാലോ? എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാന കാര്യങ്ങൾ? ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഉൾക്കാഴ്ച അഥവാ ഇൻസൈറ്റ് ആണ്. സ്വന്തം അനുഭവങ്ങളിലൂടെ, സ്വന്തം അന്വേഷണങ്ങളിലൂടെ അറിവ് നേടുക. ഇതിനൊരു വ്യക്തമായ ചട്ടക്കൂടുണ്ട്. ജീവിതത്തിന്റെ A to Z എന്നാണ് അതിന് പറയുക. A to Z. അതെ, ജീവിതത്തിലെ പ്രധാനപ്പെട്ട തത്വങ്ങൾ. A for action, B for belief, C for communication. കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. അതെ. D for discipline, H for health. അങ്ങനെ 30ഓളം കാര്യങ്ങൾ. വെറും തിയറി അല്ല കേട്ടോ, പ്രായോഗിക പരിശീലനത്തിനാണ് കൂടുതൽ പ്രാധാന്യം. ശരി. ഇതിന്റെ ഒരു പ്രവർത്തന രീതിയെ കുറിച്ചും പറയുന്നുണ്ട്. സർവേ, സ്കിൽ, സെർവ്. അതെന്താണ്? അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആദ്യം നമ്മുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തുക, അതാണ് സർവേ. പിന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ കഴിവ്, സ്കിൽ, അത് നേടുക. അവസാനം നേടിയെടുത്ത ആ കഴിവ് സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുക, അതാണ് സെർവ്. ഓഹോ, അപ്പൊ സ്വന്തം പ്രയത്നത്തിൽ ഒരു വിശ്വാസം വരാനും ഇത് സഹായിക്കുമല്ലോ അല്ലെ? തീർച്ചയായും. ഇതില് ഈ 3 ഘട്ടങ്ങളിലും ആശയവിനിമയം അഥവാ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതെങ്ങനെയാണ്? ഇപ്പോൾ ഒരു പ്രശ്നം കണ്ടെത്തണമെങ്കിൽ സർവേ, ആളുകളുമായി സംസാരിക്കണ്ടേ, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കണ്ടേ? ശരിയാണ്. അതുപോലെ ഒരു കഴിവ് നേടാൻ സ്കിൽ, ചിലപ്പോൾ മറ്റുള്ളവരുമായി സഹകരിക്കേണ്ടി വരും, പഠിപ്പിക്കുന്നവരുമായി സംസാരിക്കേണ്ടി വരും. പിന്നെ സേവനം ചെയ്യുമ്പോൾ സെർവ്, നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് മറ്റുള്ളവരെ അറിയിക്കാനും ഫീഡ്ബാക്ക് വാങ്ങാനും ഒക്കെ കമ്മ്യൂണിക്കേഷൻ വേണം. അപ്പോ ഈ മാതൃകയിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ അറിയാതെ ആശയവിനിമയ ശേഷി മെച്ചപ്പെടും. അതെ, പ്രായോഗികമായി തന്നെ മെച്ചപ്പെടും. ഇതിൽ യോഗയും AI-യും ഒരുമിച്ച് വരുന്നു എന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെയാണ് ഇതിനെ സഹായിക്കുന്നത്, പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിക്കേഷൻ കാര്യത്തിൽ? യോഗ നമുക്ക് മാനസികമായ ഒരു ബാലൻസ്, ഒരു അച്ചടക്കം, സമചിത്തത, ഇതൊക്കെ നൽകും. ഒരു കാര്യം വ്യക്തമായി ശാന്തമായി പറയാൻ ഇത് സഹായിക്കും. ശരി. AI ആണെങ്കിൽ ഒരു പേഴ്സണലൈസ്ഡ് ലേണിംഗ് ടൂളായി പ്രവർത്തിക്കും. ഓരോ കുട്ടിക്കും അവരവരുടെ വേഗതയിലും രീതിയിലും പഠിക്കാൻ AI സഹായിക്കും. ചിലപ്പോ ഒരു ആശയം അവതരിപ്പിക്കുമ്പോ അതിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ AIക്ക് കഴിഞ്ഞേക്കും, ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം പോലെ. പക്ഷേ AI ഒരിക്കലും ഒരു ഗുരുവിന് പകരമാവില്ല. ഒരിക്കലുമില്ല, ഒരു സഹായി മാത്രം. അതാണ് പ്രധാനം. ഈ വീഡിയോ ബുക്ക് എന്നൊരു രീതിയെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അതെന്താണ് സംഭവം? അതൊരു രസകരമായ രീതിയാണ്. അധ്യാപകർ ഒരു വിഷയത്തിൽ ഒരു അടിസ്ഥാന വീഡിയോ തയ്യാറാക്കും. പിന്നീട് കുട്ടികൾ ഗ്രോക്ക് പോലെയോ നോട്ട്ബുക്ക് LM പോലെയുള്ള AI ടൂളുകൾ ഉപയോഗിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തും. എന്നിട്ട് അവർ സ്വന്തമായി ഒരു 5 മിനിറ്റ് വീഡിയോ ഉണ്ടാക്കും, ആ വിഷയത്തിൽ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ വെച്ച്. അത് ക്ലാസ്സിൽ അവതരിപ്പിക്കും, ചർച്ച ചെയ്യും. അപ്പോ വിഷയവും പഠിച്ചു, തന്റെ ആശയം എങ്ങനെ വ്യക്തമായി അവതരിപ്പിക്കാമെന്നും പഠിച്ചു. ഇത് കൊള്ളാമല്ലോ. സ്വന്തമായി ഗവേഷണം ചെയ്യാനും അത് പങ്കുവയ്ക്കാനും ഒരവസരം. ഇത് ചിന്തിക്കുന്ന പൗരന്മാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യവുമായി നന്നായി ചേരുന്നുണ്ടല്ലോ. തീർച്ചയായും. വെറുതെ കേട്ട് പഠിക്കുകയല്ല, സ്വന്തമായി കണ്ടെത്തി വിശകലനം ചെയ്ത് അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ പഠിക്കുകയാണ്. കുറച്ചു പഠിച്ച് കൂടുതൽ ബോധവാനാകുക എന്ന ആശയവും ഇതിലുണ്ട്. ആവശ്യമുള്ളത് കണ്ടെത്താനും അത് പ്രയോഗിക്കാനുമുള്ള കഴിവ്. അതെ. അതുപോലെ വിദ്യാഭ്യാസത്തിലെ ഈ അനാരോഗ്യകരമായ മത്സരം ഒഴിവാക്കാനും ഇത് സഹായിക്കും. അതെങ്ങനെ? ഇവിടെ മറ്റൊരാളുമായി മത്സരിക്കുകയല്ല പ്രധാനം, സ്വന്തം കഴിവിനെ എങ്ങനെ മെച്ചപ്പെടുത്താം, എങ്ങനെ മറ്റുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കാം എന്നതാണ് നോക്കുന്നത്. ആ വീഡിയോ ബുക്ക് ചർച്ച ചെയ്യുമ്പോൾ തന്നെ പരസ്പരം പഠിക്കുകയല്ലേ? ശരിയാണ്. അപ്പോ ഈ മാതൃകയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഒന്നുകൂടി പറയാമോ? ചിന്തിക്കുന്ന പൗരന്മാരെ ഉണ്ടാക്കുക, കുറഞ്ഞ പഠനത്തിലൂടെ കൂടുതൽ അവബോധം നൽകുക, മത്സരമില്ലാത്ത വിദ്യാഭ്യാസം, പിന്നെ കഴിവുകൾ ഉപയോഗിച്ച് പ്രശ്നപരിഹാരം നടത്താനും സമൂഹ സേവനം ചെയ്യാനും പഠിപ്പിക്കുക.
അതുപോലെ മനുഷ്യശേഷി വർദ്ധിപ്പിക്കുക, AI-യുടെ സഹായത്തോടെ കഴിവുകൾ സമൂഹത്തിന് നൽകുക, അധ്യാപകരുടെ ഭാരം കുറയ്ക്കുക. അതെ, കുട്ടികളുടെ സമയവും ഊർജവും ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുക. ബുദ്ധിമാന്മാരെയും ഒരുപക്ഷെ പഠനത്തിൽ അല്പം പിന്നോട്ട് നിൽക്കുന്നവരെയും ഒരുപോലെ കൈപിടിച്ചുയർത്തുക. ഇതൊരു വലിയ ക്യാൻവാസ് ആണല്ലോ, ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു വിദ്യാഭ്യാസ രീതി. അതെ, അതാണ് ഇതിന്റെ പിന്നിലുള്ളവരുടെ ഒരു ലക്ഷ്യം. ഓരോ കുട്ടിയുടെയും പ്രയത്നം, അവരുടെ കണ്ടെത്തലുകൾ, അതൊക്കെ സമൂഹത്തിനൊരു മുതൽക്കൂട്ടായി മാറുന്ന ഒരു സിസ്റ്റം. ഇതിനെല്ലാവരുടെയും സഹകരണം വേണമെന്നും അവർ പറയുന്നുണ്ട്. അനലൈസ് ചെയ്യുന്ന AI-യും ജീവിതത്തിലെ പ്രായോഗിക കഴിവുകളും, പ്രത്യേകിച്ച് ആശയവിനിമയം പോലെയുള്ളവ, ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ മനുഷ്യന്റെ കഴിവ് എന്നതിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ തന്നെ ഒരുപക്ഷെ മാറുമോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ പൂർണ്ണമായി പുറത്തു കൊണ്ടുവരാൻ ഈ പുതിയ രീതികൾക്ക് സാധിക്കുമോ? അതോ നമ്മൾ പുതിയ സാങ്കേതിക വിദ്യയുടെയും ചിട്ടപ്പെടുത്തിയ രീതികളുടെയും ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങിപ്പോകുമോ? നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? ആലോചിച്ച് നോക്കാവുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുള്ളവർക്ക് കഴിവ് വീഡിയോ ബുക്കുകൾ പരിശോധിക്കാവുന്നതാണ്. അതെ, അപ്പോ ഇന്നത്തേക്ക് നിർത്താമല്ലേ? ശരി, അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം. നമസ്കാരം.